ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് ടി വി ജോയ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ തൊഴിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് തൊഴിൽ നൽകുന്ന അല്ലെങ്കിൽ ഒരു ജോലി ക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് ഇൻഷുറൻസ് ഇറക്കിയിരിക്കുന്ന ബീമാ സഖി യോജന എന്ന് പറഞ്ഞിട്ട് റിക്രൂട്ട്മെൻ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസിന് മാത്രമാണ് ഈ പ്ലാൻ ഈ ഏജൻസി കൊടുക്കുകയുള്ളൂ. ഇതിൻ്റെ യോഗ്യത ആദ്യം തന്നെ പറയാം. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. SSLC പാസ്സായിട്ടുള്ള അവർക്കാണ് ഇതിനുള്ള യോഗ്യത. ഈ ബീമാ സഖി യോജന ലൈഫ് ഇൻഷുറൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ജോലിയില്ലാത്ത ആൾക്കാർക്ക് ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ്. വീട്ടിൽ ഇരുന്ന് വെറുതെ വിഷമിച്ച് നിരാശപ്പെട്ട് പൈസയില്ല, ആകെ നെട്ടോട്ടും വട്ടോട്ടും ഓടുന്ന ഒരുപാട് പെൺകുട്ടികളും ഒരുപാട് വനിതകളും ഉണ്ട്, പ്രായം കൂടിയവരുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ആണ് ഈ പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനുള്ള ഒരു നിബന്ധന എന്താണെന്ന് വെച്ചാൽ 2 നമ്പർ, അതായത് ഒരു മാസത്തിൽ നിങ്ങൾ 2 പോളിസി മാത്രം തന്നാൽ മതി, LICയിൽ കൊണ്ടുവന്നാൽ മതി. ഈ 2 പോളിസിയും അതിന് അടുത്ത പ്രീമിയവും മതി. ഈ 2 പോളിസിയുടെ ഇത് വെച്ചുമ്പോൾ 12, 24 ഒരു കൊല്ലത്തിൽ 24 പോളിസിയാണ് നിങ്ങൾ ആകെ ചെയ്യേണ്ടു. ഒരു മാസത്തിൽ 30 ദിവസമുണ്ട്. 30 ദിവസവും നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 എണ്ണം വേണമെങ്കിൽ കിട്ടും. പക്ഷേ ഇതൊന്നും LIC പറയാനില്ല. ആകെ 2 നമ്പർ ഒരു മാസത്തിൽ 30 ദിവസത്തിൽ. ഇതിന് മറ്റുള്ള ഏജൻറ്റുമാർക്ക് കൊടുക്കാത്ത ഒരു സവിശേഷതയാണ് ഈ ബീമാ സഖി യോജന വഴിയായിട്ട് ഏജൻ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന സ്റ്റൈഫൻ്റാണ്. 3 കൊല്ലം സ്റ്റൈഫൻ്റ് കിട്ടും. ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം സ്റ്റൈഫൻ്റാണ് കിട്ടുക എന്ന് പറഞ്ഞ മാതിരി ഇതിൽ ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കാൻ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കൊല്ലം മാസം 7000 രൂപ 12 മാസം കിട്ടും. 2ാമത്തെ വർഷം 6000 രൂപ സ്റ്റൈഫൻ്റായിട്ട് 12 മാസം കിട്ടും. 3ാമത്തെ വർഷം 5000 രൂപ സ്റ്റൈഫൻ്റായിട്ട് 12 മാസം കിട്ടും. അപ്പം 3 വർഷം നിങ്ങൾക്ക് LIC ഫ്രീ തരുന്ന പോലെ സ്റ്റൈഫൻ്റ് തരണം. നിങ്ങൾ ചേർപ്പിക്കുന്ന 2 പോളിസിയുടെ അടയ്ക്കുന്നതിൻ്റെ കമ്മീഷൻ വേറെയും തരും. നിങ്ങൾ 2 പോളിസിയെ നിങ്ങളോട് നിബന്ധന പറയണുള്ളൂ. പക്ഷേ നിങ്ങൾ 2 പോളിസി ചേർത്തിട്ട് നിങ്ങൾക്ക് നിസ്സാരം കിട്ടുള്ളൂ. നിങ്ങൾ 2 പോളിസി കൊടുത്തു, പിന്നെ 2 പോളിസി അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പലരുമായിട്ടും പരിചയവും കണക്ഷനായി വരുമ്പോൾ നിങ്ങൾ ഒരു കൊല്ലം 100-150 പോളിസി ചേർപ്പിച്ചോ, അതിൻ്റെ എല്ലാത്തിൻ്റെയും കമ്മീഷനും അതിൻ്റെ ബെനിഫിറ്റുകളൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് LIC അയച്ചു വരും. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ശമ്പളം പോലെ എല്ലാ മാസം 1-ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ചേർപ്പിക്കുന്നതിൻ്റെ കമ്മീഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. അതിൽ ഒരു മാറ്റമില്ല, ഗ്യാരണ്ടിയാണ്. ഈ 2 പോളിസി ഒരു മാസം വെച്ചാക്കണത് എന്തിനാണെന്നറിയോ? ഏറ്റവും സംസാരിക്കാൻ കഴിവില്ലാത്തവർക്കും അല്ലെങ്കിൽ ബിസിനസ് കിട്ടാത്ത ആൾക്കാർക്കും ഇതിൽ വന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3 വർഷം വരെ നിങ്ങൾക്ക് കുറഞ്ഞ നമ്പറും ബിസിനസ്സും കൊടുത്ത് നിങ്ങൾക്ക് നിലനിൽക്കായി. നിങ്ങൾക്ക് ഇതിനെ ഫീൽഡിൽ പോകുമ്പോൾ ഇത്തിരി കാപ്പി കാശും ഇത്തിരി ചില്ലറ പോക്കറ്റ് മണിയൊക്കെ വേണമല്ലോ. അതിനു വേണ്ടി മാസം 7000 രൂപ വെച്ച് തരുന്നതാണ്. ആവറേജ് തുടക്കത്തിലൊക്കെ അത്രയൊക്കെ മതി, ബസ്സിനൊക്കെ പോയി യാത്ര ചെയ്ത് ചിലവ് ചെയ്ത് വരണേനൊക്കെ 7000 രൂപ. പിന്നെ നിങ്ങളുടെ ഭക്ഷണവും കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുത്ത് ചിലവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തോരം പോളിസി കൂടുതൽ ചേർപ്പിക്കണോ അത് അഡീഷണലായിട്ട് വേറെ കമ്മീഷൻ കിട്ടും. ഈ 2 എണ്ണത്തിൻ്റെ കമ്മീഷനും കിട്ടും. അപ്പോൾ ഇതൊരു അവസരമാണ്. അവസരം എപ്പോഴും വരുമ്പോൾ നിങ്ങൾ അത് വിനിയോഗിക്കുക. നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന കാലത്ത് നിങ്ങൾക്ക് ഈ സംവിധാനം ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. അല്ലെങ്കിൽ ഇതിൻ്റെ ഡിമാൻഡുകളൊക്കെ ഭയങ്കരമായിട്ട് എണ്ണം കൂട്ടും. ഇപ്പം എണ്ണം
കിട്ടണത് 2 നമ്പർ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇന്ന് എന്തോരം പേര് ജോലിയില്ലാതെ വിഷമിച്ച് വീട്ടിലിരിക്കണത്, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ LICയിൽ വരൂ, നിങ്ങൾ ഏജൻസി എടുക്ക്, നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഇൻകം ഗ്യാരണ്ടി ആയിട്ട് കമ്മീഷൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ ഒരാളോടും ചോദിക്കാൻ പോകണ്ട, കടം മേടിക്കണ്ട. വീട്ടിലൊക്കെ ഇരുന്ന് പൈസ ഇല്ലാണ്ട് മുരച്ചിരിക്കണ എന്തോരം ആൾക്കാരുണ്ട്. ഇത് വെറുതെ വായല നാക്കൊണ്ട് വെറുതെ ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി. പോളിസി ആൾക്കാർ എടുക്കാൻ ക്യൂ ആയിട്ട് നിൽക്കണം. ആൾക്കാർ നമ്മൾ ചെല്ലാത്ത കാരണം നിങ്ങൾ ചെന്നാൽ മതി. നിങ്ങൾ ചെന്ന് കഴിഞ്ഞ് വിവരം പറഞ്ഞാൽ അത് ഈ ലൈഫ് ഇൻഷുറൻസിൻ്റെ സ്കീമായതുകൊണ്ട് 100% എടുക്കും ആൾക്കാർ. അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്ന ആൾക്കാർ, ഏജൻസി ഇല്ലാത്തവരും തൊഴിലില്ലാത്തവരും എല്ലാവരും തന്നെ, നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ ബ്രാഞ്ചിൽ നിറച്ച് ഏജൻറ്റുമാരോ, അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ കുറേശ്ശെ കൂട്ടുകാരന്മാരോടൊക്കെ പറഞ്ഞ് കൂട്ടുകാരികളോടൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഒരു ഗ്രൂപ്പ് പോലെ നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മതി. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾ 2 ആളായിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്കൊരു സംസാരിക്കാനും നിങ്ങൾക്ക് പോകാനൊക്കെ ആയിട്ട് അവസരമുണ്ട്. ഇതൊരു അവസരം തന്നിട്ട് നിങ്ങളത് പ്രയോഗിക്കാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അതുകൊണ്ട് കാര്യമില്ലെന്ന്. വാസ്തവത്തിൽ ഇത് അറിയില്ല. ജനസമൂഹത്തിന് ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളത് തന്നെ LIC ഏജൻസി എടുക്കാൻ പറഞ്ഞ് ഞാനും പലരും ഒക്കെ പറയും, അതൊന്നും പറ്റില്ല, ഏജൻറ്റുമാർ ഇങ്ങനെ വെറുതെ പോയി നടന്നിട്ട് ഒരു കാര്യമില്ല, ഒന്നും കിട്ടില്ല എന്ന് പറയും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മടിയും ബുദ്ധിമുട്ടും പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ബീമാ സഖി യോജന ഇറക്കിയേക്കണത്. 2 നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് LICയിൽ നിലനിൽക്കാം. നിങ്ങൾക്ക് ഇത് 3 കൊല്ലം വേണ്ട, 6 മാസമോ 1 കൊല്ലം ആകുമ്പോഴേക്കൊക്കെ നിങ്ങൾ എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട് ഇങ്ങനെ വന്ന് ഒരുപാട് കണക്ഷൻ വരും നിങ്ങൾക്ക്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റൈഫൻറ്റിൻ്റെ ഒന്നും ആവശ്യം വരില്ല, ഈ 7,000 പറയാം. പക്ഷെ എന്നാലും അത് നിങ്ങൾക്ക് തരും. നിങ്ങൾ പറഞ്ഞേക്കണ നിബന്ധന അനുസരിച്ച് നിങ്ങൾ അത് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു 10 ലക്ഷം 25 ലക്ഷമോ 50 ലക്ഷമൊക്കെ മുടക്കി ഒരു ബിസിനസ് തുടങ്ങാനും അതനുസരിച്ച് നിങ്ങൾക്ക് അത് വാടക കൊടുക്കാനും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും വേണ്ട. 1 രൂപ നിങ്ങൾക്ക് ആകെ LICയിൽ ഏജൻസി എടുക്കാൻ വരുന്ന ആൾക്ക് ആകെ വരുന്നത് 700 ചില്ലാൻ രൂപയെ നിങ്ങൾക്ക് ഫീസും എക്സാം ഫീയും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വരണുള്ളൂ. അത് ഒരു പ്രാവശ്യം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ പോളിസി കൊടുക്കണതിനനുസരിച്ചുള്ള കമ്മീഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. പിന്നെ ഇത് ഏജൻസി എടുത്തു 2 നമ്പറിലെ കൊടുക്കേണ്ടത് 6 മാസം കഴിഞ്ഞിട്ട് കൊടുക്കാൻ ഇപ്പം വേണ്ടാന്ന് വിചാരിച്ച് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടില്ല. ഇത് ഏജൻസി എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് ഒരു ഉപബോധം മനസ്സിൽ നിങ്ങൾക്ക് സ്വയം തോന്നി നിങ്ങൾ അതിനനുസരിച്ച് മുന്നോട്ട് ഇതിൻ്റെ പ്രവർത്തനം കൊണ്ടുപോയാൽ മാത്രമേ കാര്യമുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല. ഇന്ന് ആൾക്കാർ വീടുകളിലൊക്കെ എന്തോരം പേരെന്നറിയോ പോളിസി ഒരു ഏജൻറ്റ് വരുന്നതൊക്കെ നോക്കിയിരിക്കണേ. പല വീടുകളിലും ചെല്ലുമ്പോൾ പറയണേ ഞങ്ങൾക്കറിയാൻ പാടില്ല എന്ന് പറയണേ. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് ഏജൻസി എടുക്കുക, നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങുക. നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഫ്രണ്ട്സ്, നിങ്ങളുടെ പള്ളിയുടെ ഗ്രൂപ്പിലുള്ളവർ, നിങ്ങളുടെ അമ്പലവാസികൾ ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങളുടെ നാട്ടിലുള്ള ഒരു ആളെ സംബന്ധിച്ച് കുറഞ്ഞത് ഞാൻ പറയണമെങ്കിൽ ഒരു 2000 പേര് റീസെൻ്റ്ലി ആൾക്ക് പരിചയം ഉണ്ടാവും. നിങ്ങൾ 2000 പേരിൽ ഒരു 10 ആളെ വെച്ച് ഒരു ദിവസം കണ്ടാൽ മതി. അതിൽ നിന്ന് ഒരെണ്ണം ഉറപ്പായിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ LIC കൊണ്ടുവന്നിരിക്കുന്ന ഈ ബീമാ സഖി യോജന സ്കീമിൽ അംഗമാവാൻ വേണ്ടി 2 നമ്പറാണ് ആദ്യം കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ അടുത്ത മാസം 2 നിങ്ങൾ ഒരുമിച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് കൊടുത്തോ. നിങ്ങൾക്ക് അപ്പോൾ അതാത് മാസം ആദ്യത്തെ മാസം നിങ്ങൾക്ക് കിട്ടില്ല. ഒരെണ്ണ മാസം നിങ്ങൾ 1-ാം തീയതി ജോയിൻ ചെയ്ത് 2 ഇത് കൊടുത്ത് കമ്മീഷൻ അക്കൗണ്ടിൽ വന്നാൽ എന്നാണ് നിങ്ങൾക്ക് ഈ 7,000-ൻ്റെ ഇത് എലിജിബിലിറ്റി വരാം. അല്ലാണ്ട് നിങ്ങൾ വരുമ്പോൾ തന്നെ 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി
നിങ്ങൾക്ക് ഇത് കിട്ടില്ല. നിങ്ങൾ ആദ്യത്തെ മാസം പോളിസി കൊടുത്ത് അതിൻ്റെ കമ്മീഷൻ അക്കൗണ്ടിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സ്റ്റൈഫൻറ്റിന് അർഹത ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരേ മാസം അങ്ങനെ കൊടുത്ത് വരുമ്പോഴാണ് പിന്നത്തെ മാസം അതിൻ്റെ ഈ മാസം ചെയ്യണതിൻ്റെ ബിസിനസ്സിൻ്റെ ബെനിഫിറ്റ് വരുന്നത് അടുത്ത മാസമായിരിക്കും. അപ്പം നിങ്ങൾ ഒന്നുകൊണ്ടും അമാന്തിച്ച് നിൽക്കരുത്. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ഈ ഭീമാ സഖി യോജനയിൽ അംഗമായി ഒരു ഏജൻസി എടുത്ത് നിങ്ങൾ പ്രവർത്തിക്കൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ഏജൻസി എടുക്കാനായിട്ടുള്ള ഒരു ഉരുമ്പടലിന് വേണ്ടി തയ്യാറാവുക. ബാക്കിയുള്ള ബിസിനസ് ചെയ്യേണ്ട കാര്യങ്ങളും ഇതൊക്കെ ഞാൻ എല്ലാം ഏർപ്പെടുത്തി തന്നേക്കാം. ആദ്യമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അത് ആദ്യം തന്നെ നിങ്ങൾ ഞാൻ പറയുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങളുടെ SLC ബുക്കിൻ്റെ ഫ്രണ്ട് പേജ്, മാർക്ക് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് പേജ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി, ഒരു 3 ഫോട്ടോ പാസ്പോർട്ട് സൈസ്, ഒരു 700 ചില്ലാൻ രൂപയും കൊണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏജൻസി എടുക്കാം. ഈ ഏജൻസി എടുക്കാമെന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അത്ര വലിയ ഇതിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇതിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആകെ ചെയ്യേണ്ടത് ആദ്യം തന്നെ ബ്രാഞ്ചിൽ വന്ന് മാനേജറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കും. അത് വാങ്ങിച്ച് നിങ്ങളവിടെ കൊടുത്ത് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്, എക്സാം ഉണ്ട് ഇതിന്. ആ എക്സാം 1 മണിക്കൂർ ഓൺലൈനിൽ ചെയ്യേണ്ടതാണ്. അതിനുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ബ്രാഞ്ചിൽ നിന്ന് തരും. അത് എല്ലാവരും പാസ്സാവണതാണ്. ഒരു ബുദ്ധിമുട്ടില്ലേ, നിങ്ങൾക്ക് അതിൽ ജയിക്കാൻ സാധിക്കും. എക്സാം പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ഒരു ലൈസൻസ് തരും. ആ ലൈസൻസ് വെച്ചിട്ടാണ് നിങ്ങൾ പിന്നെ ഒരു കോഡ് നമ്പർ തരും. ആ കോഡ് നമ്പർ വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ 2 പോളിസി മാസം വെച്ച് നിങ്ങൾ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരവസരം ലഭിക്കുക. പിന്നെ ട്രെയിനിങ് ഒക്കെ ഓൺലൈനാണ്. അതൊക്കെ ഞാൻ തന്നെ ശരിയാക്കി തരും. ഓൺലൈൻ ട്രെയിനിങ്ങാണ്. അതിനൊന്നും നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ പേരിൽ ട്രെയിനിങ് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ട്രെയിനിങ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് അതിൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചു തരും. അതൊന്നും നിങ്ങളൊന്നും ബുദ്ധിമുട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഓർഡർ അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. പറയുമ്പോൾ വിചാരിക്കും വലിയ കാര്യങ്ങൾ, ഒരു കാര്യമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ ഈസിയാണ്. ഒരു ദിവസത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ എക്സാമിന് നിങ്ങൾ എക്സാം സെൻറ്ററിൽ ഒന്ന് ചെല്ലേണ്ട ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാം, ഇപ്പോൾ LICയിൽ ഏജൻറ്റായി വന്ന ഒരു ചുരുക്കം പറഞ്ഞാൽ ഒരാളും പോവില്ല. കാരണം എന്താ, നമ്മൾ മുതൽ മുടക്കാണ്ടാണ് ഒരു ഏജൻസി എടുത്തിട്ട് അവന് 10,000 50,000 ഇങ്ങനെ കമ്മീഷൻ കിട്ടണത്. ഗവൺമെൻറ് ജോലി കിട്ടിയില്ല, കമ്പനി ജോലി കിട്ടിയില്ല, പിന്നെ എങ്ങനെ ജീവിക്കും? ഇതിൽ ഏജൻസി എടുത്ത് പ്രവർത്തനം ആരംഭിച്ച് അപ്പോൾ തുടങ്ങി നിങ്ങൾക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് കിട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ പറയും, ഇനി ഞാനിതിൽ നിന്നോളാം, ഇതിന് പുതിയ പോളിസികൾ തരാമെന്ന് ഓഫീസിൽ മാനേജർമാരടുത്തൊക്കെ പറയും. നിങ്ങൾ അതുപോലെ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് LICയിൽ നിന്ന് ഒരുപാട് പ്രൈസുകളുണ്ട്. പോളിസി കൊടുക്കുന്നതിനനുസരിച്ച് പ്രൈസ്, അതായത് ഗിഫ്റ്റ് തരും. പിന്നെ ക്യാഷ് പ്രൈസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഓരോ പോളിസികളുടെ അതനുസരിച്ച് കൊടുക്കുന്നതിനനുസരിച്ച് ബെനിഫിറ്റുകളുണ്ട്. പിന്നെ ടൂറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് LIC ഏജൻ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയർമാൻസ് ക്ലബ് മെമ്പർ ആയവരുടെ കാര്യമാണ് ഞാൻ പറയാം. അതിൽ താഴെ ക്ലബ്ബുണ്ട്, DMs ഉണ്ട്, സോണലുണ്ട്, ഇവർക്കൊക്കെ ഉണ്ട്, ബ്രാഞ്ച് മാനേജേഴ്സ് ക്ലബ്ബുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചെറിയ ലോണുകളൊക്കെ കിട്ടും. ഏറ്റവും കൂടി ഇത് കിട്ടുന്ന ഇത് ചെയർമാൻസ് ക്ലബ് മെമ്പറാണ് സാധാരണ ഏജൻറ്റുമാർ ആവണത്. ചെയർമാൻസ് ക്ലബ് മെമ്പർ 4 വർഷം കംപ്ലീറ്റ് 600 നമ്പറിലേക്ക് ആയാൽ 4 വർഷം കൊണ്ടായാൽ, അപ്പോൾ അവന് എന്താണെന്ന് വെച്ചാൽ ഡബിൾ സ്റ്റോറി വീട് പണിയാനായിട്ട് 5% പലിശയിൽ 20 ലക്ഷം വരെ കൊടുക്കും. അതിൽ പിന്നെ അഡീഷണലായിട്ട് ലോൺ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പലിശ കൂടുതൽ വേറെയും കിട്ടും. പിന്നെ വിത്തൗട്ട് ഇൻട്രസ്റ്റിൽ വെഹിക്കിൾ കിട്ടും, കാറോ ബൈക്കോ. 6,000 രൂപ നിങ്ങൾക്ക് ടെലിഫോണിന് കിട്ടും. പിന്നെ നിങ്ങൾക്ക് കൺവെൻഷന് പോകാനായിട്ട് ഉള്ള എയർ ടിക്കറ്റ്, അത് നിങ്ങൾ പോകണില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പൈസ തരും LICയിൽ നിന്ന്.
ഓഫീസ് സ്റ്റാഫിനെ വെക്കാനായിട്ട് ഈ ചെയർമാൻസ് ക്ലബ് മെമ്പറായി കഴിഞ്ഞാൽ 2 സ്റ്റാഫിനെ വെക്കാനായിട്ടുള്ള സൗകര്യം ചെയ്തു തരും. ടെലിഫോണിൻ്റെ സൗകര്യം, ഓഫീസ് സ്റ്റാഫ്, പിന്നെ ഓഫീസ് അഡ്വാൻസ്, അങ്ങനെ ഒരുപടി ബെനിഫിറ്റുകൾ ഓണത്തിന് അല്ലെങ്കിൽ ക്രിസ്മസിന് എല്ലാ ഫെസ്റ്റിവലിനും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലിന് അഡ്വാൻസ് തരും. 1 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി. പിന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട്, മെഡിക്ലെയിം ഉണ്ട്, ഗ്രാറ്റുവിറ്റി ഉണ്ട്. അതൊക്കെ ഒരു ഏജൻറ്റിന് അർഹതപ്പെട്ടത് നിങ്ങൾ എല്ലാവരും മേടിച്ചെടുക്കണം, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനിതിൻ്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മൊബൈൽ നമ്പർ 9447529452. എൻ്റെ പേര് TV ജോയി. ഞാൻ ഏജൻസി റിക്രൂട്ട്മെൻറ്റിൽ ചെയ്യണതുകൊണ്ട് കുറേ ഏജൻറ്റുമാരെ ആദ്യം റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഏജൻസി എടുക്കണമെങ്കിൽ എല്ലാവിധ സംവിധാനങ്ങളും എല്ലാവിധ ട്രെയിനിങ് കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്തു തരും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് എപ്പോഴാണ് എന്ന് വെച്ചാൽ സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് ഇതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ഇങ്ങനെ ഒരു ഇതുണ്ട്, നിങ്ങൾ ഗ്രൂപ്പായിട്ട് 1-2 പേരായിട്ട് ഏജൻസി എടുക്കാൻ വരാം. അപ്പോൾ നിങ്ങൾക്കൊരു ഫ്രണ്ട്ഷിപ്പായി നിങ്ങൾക്ക് ഒരുമിച്ച് ഫീൽഡിൽ പോകാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.